പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് അഖിൽ പി ധർമ്മരാജൻ്റെ സിനിമാറ്റിക് നോവലായ റാം കെയർ ഓഫ് ആനന്ദിയുടെ 8ാം ഭാഗം കേൾക്കാം. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് അതൊന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കഥ തുടർന്ന് കേൾക്കാം. അവരിരുവരും പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിട്ട് തഞ്ചാവൂർ പോകാനുള്ള അടുത്ത ട്രെയിനിനെ പറ്റി അന്വേഷിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞാൽ കേരളത്തിലേക്ക് പോകുന്ന കൊല്ലം എക്സ്പ്രസ് ആണ് ഇനി ആ വഴിക്കുള്ളതെന്നും അത് തഞ്ചാവൂരിന് 50 കിലോമീറ്റർ മുൻപുള്ള തിരുച്ചി സ്റ്റേഷൻ വരെ പോകുമെന്നും അവിടെ നിന്നും തഞ്ചാവൂരേക്കുള്ള ബസ് കണ്ടെത്താനും ടിക്കറ്റ് കൗണ്ടറിലിരുന്ന ആൾ ഉപദേശിച്ചു. നമുക്ക് ഇവിടുന്ന് ബസ്സിൽ പോകാം, അതാകുമ്പോൾ അവരെത്തുന്ന സമയത്ത് നമുക്കങ്ങ് എത്താം. റാം കൗണ്ടറിൽ നിന്നും ആനന്ദിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ, ബസ്സിൽ അത്രയും ദൂരം എന്നെക്കൊണ്ടാവില്ല, എനിക്ക് വണ്ടിച്ചോർക്കുള്ളതാ. ആനന്ദി ഛർദ്ദിക്കുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. തിരുച്ചിയിലേക്ക് അവൻ 2 ടിക്കറ്റും എടുത്തിട്ട് ആനന്ദിയുടെ അടുത്തെത്തി. അവൾ അവനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ചുറ്റുപാട് നിരീക്ഷിക്കുന്ന തരത്തിൽ കണ്ണോടിച്ചു. ചുറ്റും നോക്കണ്ട, 240 രൂപ കാശിട്, അവൻ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ സൈഡ് ബാഗ് തുറന്നതും കൃത്യം 240 രൂപ എണ്ണി അവൻ്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തു. ഇന്ന് ഞാൻ പൊളിക്കും, എന്തോ വലിയ കാര്യം നേടിയെടുത്തതുപോലെ അവൻ ചിരിച്ചു. 4:45 പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ കൊല്ലം എക്സ്പ്രസ് നിൽക്കുന്നു എന്ന അനൗൺസ്മെൻറ്റ് മുഴങ്ങിക്കേട്ടതും റാം അങ്ങോട്ടേക്ക് നടന്നു. ആനന്ദിയും അവൻ്റെ വാല് പോലെ പിന്നാലെ നടന്നു. ഇടയ്ക്കിടെ അവൻ തിരിഞ്ഞു നോക്കി അവളെ മീശ പിരിച്ചു കാട്ടി. ഇതെന്ത് കൂത്ത് എന്ന രീതിയിൽ അവളും അവനെ ഓരോ തവണയും നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിക്കി അവരിരുവരും നുഴഞ്ഞു കയറും പോലെ കയറി. 5 മണി സമയമായതിനാൽ സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും കഴിഞ്ഞ് വരുന്നവരൊക്കെയും ട്രെയിനിൽ തള്ളിക്കയറി സീറ്റ് പിടിച്ചിരുന്നു. ആനന്ദി ബർത്തിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഏതോ ഒരു ഹിന്ദിക്കാരൻ പയ്യനുമായി വഴക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ ഒപ്പം കയറിയിരുന്നു. ഡോ, മുകളിലോട്ട് കയറ്. താഴെ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി നിന്നിരുന്ന റാമിനെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു. മുകളിലോട്ടോ? അല്ല, താഴോട്ട്. ഇരിക്കണേൽ കയറി വാ. റാം പെട്ടെന്ന് ഷൂസ് ഊരി സീറ്റിന് താഴേക്കിട്ട് ആനന്ദിക്കൊപ്പം മുകളിലേക്ക് കയറിയിരുന്നു. അവൾ അവനെ കൂടി വിളിച്ച് കയറ്റിയത് കണ്ടിട്ട് ഹിന്ദിക്കാരൻ പയ്യൻ നീരസത്തോടെ അവളെ നോക്കി. എന്താടാ നോക്കുന്നത്? ഒരുമിച്ച് യാത്ര ചെയ്യുവാണെന്ന് കരുതി ഇനി നിൻ്റെ കപ്പടം മീശയും പിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ആൾ കളിക്കാൻ വന്നാൽ പല്ലടിച്ച് ഞാൻ താഴെ ഇടും, കേട്ടല്ലോ. ഹിന്ദിക്കാരൻ പയ്യന് അവൾ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ കണ്ണും വീഴ്ച നോക്കിയിരുന്നു. റാം അതൊന്നും കേൾക്കാത്ത മട്ടിൽ ചൂളം കുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തൻ്റെ പിരിച്ചു വെച്ച മീശ പതിയെ താഴ്ത്തി വെച്ചു. എഗ്മോർ സ്റ്റേഷനിൽ നിന്നും ഹോൺ മുഴക്കിക്കൊണ്ട് കൊല്ലം എക്സ്പ്രസ് മുന്നോട്ടെടുത്തു തുടങ്ങി. കൊല്ലം എക്സ്പ്രസ് തിരുച്ചി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ സമയം രാത്രി 10:30 കഴിഞ്ഞിരുന്നു. അതിനിടയിൽ പലതവണ പാട്ടി ആനന്ദിയെയും റാമിനെയും മാറി മാറി വിളിച്ചു. ആനന്ദിക്ക് അല്ലിഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി ഓർമ്മയുള്ളത് പാട്ടിക്ക് ആശ്വാസമായി. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാട്ടിയുടെ നാട്ടിലേക്ക് 2 മണിക്കൂറോളം സമയം ബസ് യാത്രയുണ്ടായിരുന്നു. ട്രെയിൻ കൃത്യസമയം പാലിച്ചതിനാൽ 11 മണിക്ക് അല്ലിഗ്രാമത്തിലേക്ക് പോകുന്ന ലാസ്റ്റ് ബസ് പിടിക്കാൻ പാട്ടിക്കും കൂട്ടർക്കും സാധിച്ചു. ആനന്ദിനും റാമിനും വേണ്ടി തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കാമെന്ന് പാട്ടി പറഞ്ഞെങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നന്നായി അറിയാവുന്നതിനാൽ റാമും ആനന്ദിയും അവരെ വീട്ടിൽ പോയി വിശ്രമിക്കുവാൻ നിർബന്ധിച്ചു. തിരുച്ചിയിൽ നിന്നും രാത്രി 10:50 അന്ത്യോദയ എന്നൊരു ട്രെയിൻ ഉണ്ടെന്ന് വിട്രി റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചു പറഞ്ഞു. പക്ഷേ അത് തഞ്ചാവൂരിലേക്ക് എത്തുമ്പോൾ അർദ്ധരാത്രി 12 മണിയെങ്കിലും കഴിയും. ബസ്സിന് വരാനാണെങ്കിൽ ഇനി രാവിലെ 7 മണിക്കുള്ള ആദ്യ ബസ് പിടിക്കുകയേ മാർഗമുള്ളൂ. എങ്ങനെയായാലും അല്ലിഗ്രാമത്തിലേക്ക് ആനന്ദിയും കൊണ്ട് സുരക്ഷിതമായി എത്തിക്കോളാം എന്ന് പാട്ടിക്ക് വാക്കുകൊടുത്ത ശേഷം റാം കോൾ കട്ടാക്കി. റാമും ആനന്ദിയും റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. ആനന്ദി വെറും ഒരു കൽദോശ മാത്രം കഴിച്ചപ്പോൾ റാം 4 പൊറോട്ടയും 2 ചിക്കൻ കാൽ പൊരിച്ചതും ഒരു ഡബിൾ ഓംലറ്റും കഴിച്ചു. കൈ കഴുകി ചുണ്ട് തുടച്ചുകൊണ്ട് ആനന്ദി അവൻ 32 പല്ലുകളും കാട്ടി ഇളിച്ചു കാട്ടി. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആനന്ദി കടയിലെ ബില്ല് കൊടുത്തു. 2. രാത്രി കൃത്യം 10:50 തന്നെ അന്ത്യോദയ എക്സ്പ്രസ് വന്നെത്തി. കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗം ആളുകളും ഉറക്കമായിരുന്നു. ഒഴിവുള്ള സീറ്റുകളിലെല്ലാം സാധുക്കളായ സ്ത്രീകൾ ഉൾപ്പെടെ അവശരായ വൃദ്ധരും മറ്റും നീണ്ടു നിവർന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആനന്ദി അവരിലാരെങ്കിലും വഴക്കിട്ട് എഴുന്നേൽപ്പിക്കുമോ എന്ന ആശങ്ക റാമിനുണ്ടായി. പക്ഷേ അവൾ ട്രെയിനിൻ്റെ അകം മൊത്തമായി ഒന്ന് കണ്ണോടിച്ച് നോക്കിയ ശേഷം ഡോറിൽ തന്നെ നിന്നു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടതും ഡോറിൻ്റെ വശങ്ങളിലായി കൈപിടിക്കുന്ന കമ്പിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലായി അവൾ ഇരുന്നു. അവൾക്കൊപ്പം ആ പടിയിൽ ഇരിക്കുവാനായി
സ്ഥലമുണ്ടായിരുന്നുവെങ്കിലും അവൻ നിന്നിടത്തു നിന്ന് തന്നെ അവളെയും നോക്കി നിന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. അത് ഇടയ്ക്കിടെ പിടിച്ച് പിന്നിലേക്കിട്ടുകൊണ്ട് അവൾ മുഖത്ത് തട്ടുന്ന കാറ്റിനെ ചിരിച്ചു കാട്ടും പോലെ പുറത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ട്രെയിൻ അപ്പോൾ ഏതോ കുഗ്രാമത്തിലൂടെയോ മറ്റോ പോകുകയായിരുന്നു. കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. റാം തെറുത്തു വച്ചിരുന്ന ഡെനിം ഷർട്ടിൻ്റെ കൈകൾ താഴേക്ക് ഇടിയിച്ചതിന് ശേഷം ബട്ടൺസ് ഇട്ടു. ആനന്ദി അപ്പോഴും ഡോറിലിരുന്നു കൊണ്ട് കാറ്റിനോട് സല്ലപിക്കുന്നുണ്ടായിരുന്നു. പകലായിരുന്നേൽ കാഴ്ചകൾ നല്ലതുപോലെ കാണാമായിരുന്നു അല്ലേ? റാം ഡോറിനരികിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. ആനന്ദി മുകളിലേക്ക് നോക്കി ഒന്ന് മൂളി. ദേഷ്യത്തിലാണോ? അവൻ സംശയഭാവത്തിൽ ചോദിച്ചു. എന്തിന്? ഞാൻ അത്രയും ഫുഡ് കഴിച്ചതിൽ? ഏയ് പിന്നെന്താ വലിയ മൈൻഡില്ലാത്തത്? വാ ഇവിടെ വന്നിരിക്കെ, ആനന്ദി അല്പം കൂടി ഒതുങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞു. അവൾ അത് പറയാൻ കാത്തു നിന്നതുപോലെ റാം അവൾക്കൊപ്പം വാതിൽപ്പടിയിലേക്കിരുന്നു. ചിക്കൻ ലെഗ് എങ്ങനെയുണ്ടായിരുന്നു? അവൻ അരികിലേക്കിരുന്നതും അവൾ ചോദിച്ചു. സൂപ്പറായിരുന്നു. എന്നിട്ട് ഇത്തിരി എനിക്ക് തന്നോ? അങ്ങനെ നിനക്ക് തരാനും മാത്രം സൂപ്പറൊന്നും അല്ലായിരുന്നു. ഹഹഹ, ഞാനോർത്ത് ഇയാൾ എന്നോടുള്ള വൈരാഗ്യത്തിൽ ആ കട മൊത്തം വാങ്ങി കഴിക്കുമെന്ന്. ആനന്ദി അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അതിന് എനിക്ക് തന്നോട് വൈരാഗ്യമൊന്നുമില്ലല്ലോ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എങ്കിൽ കുഴപ്പമില്ല. അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തായാലും ഇന്ന് എനിക്ക് ഒരു തല്ല് മിസ്സായി. 1 മിനിറ്റത്തെ ഇടവേളയ്ക്ക് ശേഷം റാം സന്തോഷത്തിൽ പറഞ്ഞു. തല്ലോ? ആരുടെ കയ്യിൽ നിന്ന്? അല്ല, ഇടയ്ക്ക് എപ്പോഴോ ഞാൻ നൈസായിട്ട് ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിരുന്നു. ഫോണിൽ കൂടി എൻ്റെ അപ്പയ്ക്ക് വിളിച്ചതല്ലേ? ഞാൻ കേട്ടിരുന്നു. പിന്നെ ആരുമില്ലാത്ത അവസരം ഒത്തുവരട്ടെ എന്ന് ഓർത്തിട്ട് അതിനെപ്പറ്റി ഒന്നും മിണ്ടാഞ്ഞ്. അയ്യയ്യോ, എന്നാൽ ശരി. റാം ഡോറിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ഇരിക്കടോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവൻ തിരികെ ഇരിക്കുവാനായി ആനന്ദി അവൻ്റെ ജീൻസിൽ പിടിച്ച് വലിച്ചു. ബെൽറ്റ് ഇടാൻ മറന്നതിനാൽ അത് പെട്ടെന്ന് താഴേക്ക് ഇടിഞ്ഞു പോന്നു. പ്ലേ ബോയ് എന്ന ബ്രാൻഡിലുള്ള ഇന്നറിൻ്റെ ബാൻഡ് വെളിയിൽ പ്രത്യക്ഷമായി. അയ്യോ സോറി. ആനന്ദി ഒരു കയ്യാൽ കണ്ണ് പൊത്തിക്കൊണ്ട് പറഞ്ഞു. റാം ചമ്മിയതുപോലെ തിരികെ താഴേക്കിരുന്നു. എന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ പാൻറ് മുകളിലേക്ക് വലിച്ചു കയറ്റി. അവൻ അവളെയോ അവൾ അവനെയോ കുറച്ച് സമയത്തേക്ക് നോക്കിയില്ല. പക്ഷേ ആനന്ദി തിരിഞ്ഞിരുന്ന് പൊത്തിപ്പിടിച്ച് ചിരിക്കുകയായിരുന്നു. അവൾ ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി റാം അവളെ തന്നെ നോക്കിയിരുന്നു. എൻ്റെ പാൻറ് വലിച്ചൂരി എന്നെ അപമാനിച്ചതും പോരാഞ്ഞിട്ട് കുത്തിയിരുന്ന് ചിരിക്കുന്നോ? അതല്ല, പ്ലേ ബോയുടെ മുഖമോർത്ത് ചിരിച്ചതാ. റാം ചമ്മിയ രീതിയിൽ മുഖം തിരിച്ചു പിടിച്ചു. രാത്രി 1 മണിയോടെ അന്ത്യോദയ എക്സ്പ്രസ് തഞ്ചാവൂർ സ്റ്റേഷനിലേക്ക് എത്തി. മഴയ്ക്ക് മുൻപേ പോലെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങി റാം വെട്രിയെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതും ഒരു ലാൻഡ് ഫോൺ നമ്പറിൽ നിന്നും അവനൊരു കോൾ വന്നു. ഹലോ മച്ചാ, ഇത് ഞാനാ വെട്രി. ഞങ്ങളിവിടെ എത്തി. ഇതൊരു കുഗ്രാമമാടാ. ഇവിടെ ആണെങ്കിൽ BSNL കണക്ഷന് മാത്രമേ റേഞ്ച് ഉള്ളൂ. ഇത് ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറാണ്. നിങ്ങൾ എവിടെ എത്തി? ഞങ്ങളുടെ തഞ്ചാവൂരിലെത്തിയടാ. എത്തിയോ? നന്നായി. ഇനി ബസ്സില്ലാത്ത സ്ഥിതിക്ക് എന്താ രണ്ടാളുടെയും പ്ലാൻ? എന്ത് പ്ലാൻ മച്ചാ? രാവിലെ വരെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ കുത്തിയിരിക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ലോഡ്ജിൽ റൂമെടുത്ത് സുഖമായി ഒന്ന് ഉറങ്ങണം. നല്ല ക്ഷീണം. റാം അത് പറഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആനന്ദി നെറ്റിച്ചുളിച്ചു. ലോഡ്ജിൽ റൂം എടുക്കാനോ? അതൊന്നും പറ്റില്ല. നമുക്കൊരു ടാക്സിയിൽ അങ്ങോട്ടേക്ക് പോകാം, അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് കേട്ടതും റാം ഫോൺ മാറ്റി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും ചെവിയിലേക്ക് ഫോൺ വെച്ചു. ഞങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തട്ടെടാ. എന്തായാലും നീ പോയി റെസ്റ്റ് എടുത്തോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിക്കാം. പാട്ടിയോടും രേഷ്മയോടും ഞങ്ങൾ എത്തിയ വിവരം പറഞ്ഞേക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ്. അവൻ കോൾ കട്ടാക്കി ഫോൺ പോക്കറ്റിലേക്കിട്ടു. ഞാൻ ഇവിടുന്ന് പാട്ടിയുടെ വീട്ടിലേക്കല്ലാതെ വേറെ എങ്ങോട്ടും വരില്ല. മര്യാദയ്ക്ക് പോയി അവിടെ വരെ ടാക്സിക്ക് എത്ര രൂപയാകുമെന്ന് ചോദിച്ചിട്ട് വാ. ആനന്ദി അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അങ്ങോട്ട് കയറി പറഞ്ഞു. അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിയ ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് നടന്നുപോയി. സ്റ്റേഷൻ്റെ മുൻവശത്തായി 10ഓളം ഓട്ടോകൾ നിരന്നു കിടപ്പുണ്ടായിരുന്നു. വലതുവശത്ത് ഒരു ചായക്കടയും തുറന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ കടയുടെ മുന്നിലായി ചായ കുടിക്കാനും മറ്റുമായി കൂടി നിന്നിരുന്നു. ടാക്സിക്കായി അവൻ ചുറ്റും നോക്കിയെങ്കിലും ഒന്നുപോലും കണ്ടില്ല. അവൻ ഏറ്റവും മുന്നിലായി കിടന്നിരുന്ന ഓട്ടോയ്ക്കരികിലേക്ക് ചെന്നു. അതിനുള്ളിൽ ഉയരം കുറഞ്ഞ് വെളുത്തു തടിച്ച് 40 വയസ്സ് പ്രായം തോന്നിച്ച ഒരാൾ ഹെഡ്സെറ്റ് വെച്ച് ഫോണിൽ എന്തോ സിനിമ കാണുന്നുണ്ടായിരുന്നു. റാമിനെ കണ്ടതും അയാൾ ഹെഡ്സെറ്റ് കാതിൽ നിന്നും എടുത്തു. അണ്ണ, ഈ അല്ലിഗ്രാം എന്ന സ്ഥലം വരെ പോകാൻ എത്ര രൂപയാകും? അവൻ ചോദിച്ചത് കേട്ട് ഒരു നിമിഷം അയാൾ സംശയത്തിൽ അവനെ നോക്കി. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ തമ്പി. ഒന്നാമത് ഈ അല്ലിഗ്രാം തഞ്ചാവൂർ ജില്ലയുടെ അങ്ങേയറ്റത്തുള്ള ഒരു ഉൾഗ്രാമമാണ്. പകൽ സമയത്ത് പോലും മിക്കവരും അങ്ങോട്ടേക്ക് ഓട്ടം പോകാറില്ല. കണ്ട പാടത്തിലൂടെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുമൊക്കെ വേണം പോകാൻ. സാധാരണ ഗവൺമെൻറ് ബസ്സിലാണ് ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോകാറ്. ഇനിയിപ്പോൾ നാളെ കാലത്ത് 7 മണിക്കൊരു ബസ്സുണ്ട്. മോൻ അത് നോക്ക്. ശരി അണ്ണാ, താങ്ക്സ്. റാം ആനന്ദി നിന്നിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചുപോയി. ചുറ്റുപാടും മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്നവരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു.
ഒരു വണ്ടിയും ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകില്ല. രാവിലത്തെ ബസ് മാത്രമേ പോകത്തുള്ളൂ. അതെന്താ പോകാത്തെ? നീ പോയിട്ടുള്ള സ്ഥലമല്ലേ അത്? അമ്മാതിരി ഉൾഗ്രാമത്തിലോട്ടൊന്നും ആരും ഓട്ടം പിടിക്കൂല. അപ്പോൾ പിന്നെ ഇനി എന്തു ചെയ്യും? എന്തു ചെയ്യാൻ? ഞാൻ പറഞ്ഞതുപോലെ ലോഡ്ജിൽ റൂം എടുക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. കണ്ട ലോഡ്ജിലേക്കൊന്നും ഞാൻ വരില്ല. അവൾ പ്ലാറ്റ്ഫോമിലെ സ്റ്റീൽ കസേരയിലേക്കിരുന്നു. അതിന് സമീപത്തായി തലവഴി മൂടി പൊതിച്ച് കിടന്നിരുന്ന ഒരുവൻ അവളുടെ സംസാരം കേട്ടുകൊണ്ട് പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ശേഷം അവളെയും റാമിനെയും സൂക്ഷിച്ചു നോക്കി. ആരാടാ നട്ടപ്പാതിലേക്ക് പെണ്ണുങ്ങളെ ലോഡ്ജിലേക്ക് വിളിക്കുന്നത്? അത് കേട്ടതും റാം അയാളെയും ആനന്ദിയെയും മാറി മാറി നോക്കി. ആനന്ദി തൻ്റെ പുതിയ രക്ഷകർത്താവിനെ കണ്ട് അത്ഭുതപ്പെട്ടു. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെന്നാണെങ്കിൽ കാലത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണാം. റാം അയാളെ ശ്രദ്ധിക്കാതെ ആനന്ദിയോട് പറഞ്ഞു. ഹാലവലാതി, അല്ലേലും രാത്രിയായാൽ നിന്നെ പോലുള്ള ഞരമ്പ് രോഗികൾ ഇങ്ങനെ ലോഡ്ജെന്നും ബസ് സ്റ്റാൻഡെന്നും ഒക്കെ പറഞ്ഞു വന്നോളും. പ്രലോഭനങ്ങളിൽ വീഴല്ലേ മോളെ. പേടിക്കണ്ട, നിനക്ക് മാമനുണ്ട് കൂട്ട്. അയാൾ നിലത്തു നിന്നും മുണ്ട് മുറുക്കി കുത്തി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അയാൾ കുടിച്ചിരുന്ന മദ്യത്തിൻ്റെ മണം കിട്ടിയപ്പോഴേക്കും ആനന്ദിക്ക് ഓക്കാനം വന്നു തുടങ്ങിയിരുന്നു. അത്രയുമായിട്ടും അവൾ എഴുന്നേറ്റ് വരാത്തത് കണ്ട് റാം ദേഷ്യത്തിൽ സ്റ്റേഷൻ്റെ പുറത്തേക്കുള്ള വഴിയെ നടന്നുപോയി. എന്നിട്ട് അല്പം മുൻപ് അവൻ സമീപിച്ച ഓട്ടോക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ടതും അയാൾ വീണ്ടും ഹെഡ്സെറ്റ് ചെവിയിൽ നിന്നും ഊരി. അണ്ണാ, ഇവിടെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ലോഡ്ജൊക്കെ ഏത് ഏരിയയിലാണ് ഉള്ളത്? എത്രയാ ബഡ്ജറ്റ്? മാക്സിമം 500 600? ഒരാളല്ലേ? അതെ അണ്ണാ. അല്ലല്ല, രണ്ടാളുണ്ടേ. പിന്നിൽ നിന്ന് ഓടി വരുന്ന ആനന്ദിയുടെ ശബ്ദം ഉയർന്നു കേട്ടു. ഓട്ടോക്കാരൻ സംശയത്തിൽ അവളെ നോക്കി. എന്നിട്ട് അവളെ ശ്രദ്ധിക്കാതെ നിൽക്കുന്ന റാമിനെയും. ടൈം ഇത്രയും ആയതുകൊണ്ട് കപ്പിൾസ് റൂം കിട്ടാൻ വലിയ പാടാ. പിന്നെ മഴയും പെയ്യാൻ പോകുന്നു. എന്തായാലും നിങ്ങൾ കയറിക്കോ, നമുക്ക് നോക്കാം, അയാൾ പറഞ്ഞു. ആനന്ദി ആദ്യം ഓട്ടോയിലേക്ക് ചാടിക്കയറി. അവളെ സംശയത്തോടെ ഒന്ന് നോക്കിയ ശേഷം തൊട്ടു പിന്നാലെ റാമും ഓട്ടോയിലേക്ക് കയറിയിരുന്നു. ആ ഞരമ്പൻ്റെ കൂടെ പോവല്ലേ മോളെ. അത് കേട്ട് റാം സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കിടന്നിരുന്ന കുടിയൻ സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് നിരാശയോടെ ഓട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അവൻ ആനന്ദിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവൾ അവനെ പല്ല് മുഴുക്കെ കാട്ടി ചിരിച്ചു. അപ്പോഴേക്കും ഓട്ടോ മുന്നോട്ട് ഓടിത്തുടങ്ങിയിരുന്നു. തഞ്ചാവൂർ ബസ് സ്റ്റാൻഡ് എന്നെഴുതിയ ദിശാ ബോർഡ് വച്ച ഒരു റോഡിലൂടെ ഓട്ടോ നീങ്ങി. കുറച്ചു ദൂരം പോയതും തരക്കേടില്ലാത്ത ഒരു ലോഡ്ജിൻ്റെ മുന്നിലായി വണ്ടി നിന്നു. ഗ്രിൽ വാതിൽ പൂട്ടിയ നിലയിൽ കണ്ടപ്പോൾ ഓട്ടോക്കാരൻ 2 വട്ടം ഹോൺ മുഴക്കി. ഉള്ളിലെ നീളമുള്ള ടേബിൾ പുതച്ചു മൂടി കിടന്നിരുന്ന ഒരുവൻ തലപൊക്കി നോക്കി. റൂംസ് ഫുൾ സത്യ അണ്ണാ. അവൻ വീണ്ടും തലവഴി പുതപ്പിട്ടു. വെള്ളിയും ശനിയും ഞായറും തഞ്ചാവൂരിൽ റൂംസ് കിട്ടുന്നത് ഭയങ്കര പാടാണ് പിള്ളേരെ. ആളുകളൊക്കെ നഗരം കാണാനും അമ്പലം കാണാനും ഒക്കെ വരുന്നത് ഒഴിവു ദിവസങ്ങളിലാണല്ലോ. നമുക്ക് വേറെ നോക്കാം. അയാൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. ആനന്ദി റാമിനെ ഒന്ന് നോക്കിയ ശേഷം മുന്നിലെ റോഡിലേക്ക് നോക്കിയിരുന്നു. വീണ്ടും 4ഓളം ലോഡ്ജുകൾ അവർ കയറിയിറങ്ങി. പക്ഷേ എങ്ങും തന്നെ മുറികൾ ഒഴിവുണ്ടായിരുന്നില്ല. ഒടുവിൽ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയായി. മറ്റൊരു റോഡിലൂടെ സ്റ്റേഷനിലേക്ക് പോരുന്ന വഴിയിൽ സീരിയൽ ബൾബൊക്കെ ഇട്ട ഒരു ലോഡ്ജ് കണ്ടപ്പോൾ ഓട്ടോക്കാരൻ വണ്ടി ചവിട്ടി നിർത്തി. ലോഡ്ജ് ഇത്തിരി ലോക്കലാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? അയാൾ ചോദിച്ചു. ആനന്ദിയും റാമും പരസ്പരം ഒന്ന് നോക്കി. ലോക്കൽ മീൻസ്? ആനന്ദി സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടിയായി അയാൾ റോഡിൻ്റെ എതിർവശത്തായി വെളിച്ചം കാണുന്ന ഭാഗത്തേക്ക് നോക്കി. അതൊരു പഴയ ലോഡ്ജാണ്. അത് കേട്ടപ്പോൾ ആനന്ദി റാമിനെ പിന്നിലേക്ക് തള്ളിമാറ്റി റോഡിൻ്റെ എതിർവശമുള്ള ആ ലോഡ്ജിലേക്ക് ഒന്ന് എത്തി നോക്കി. ധനശ്രീ ലോഡ്ജ് എന്നൊരു ബോർഡ് വെച്ചിട്ട് അതിനു ചുറ്റുമായി പല നിറമുള്ള സീരിയൽ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു. എങ്ങനെ പോയാലും ആ ഇരുനില കെട്ടിടത്തിന് 50 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അണ്ണാ, അവിടെ മുറി കിട്ടുമെന്ന് ഉറപ്പല്ലേ? രാം ചോദിച്ചു. അതൊക്കെ കിട്ടും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, അവിടെ പലരും റൂം എടുക്കുന്നത് ആത്മഹത്യ ചെയ്യാനൊക്കെയാണ്. മിക്ക മുറികളിലും ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊന്നും സാധാരണ ഇവിടേക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരാറില്ല. പിന്നെ എങ്ങും റൂമില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ആനന്ദി ഒരിക്കൽ കൂടി ആ ലോഡ്ജിലേക്ക് ഉറ്റുനോക്കി. ആ നിമിഷത്തിൽ ധനശ്രീ എന്ന ലോഡ്ജ് ഒരു പ്രേത ബംഗ്ലാവ് പോലെ അവൾക്ക് തോന്നി. റാം, വേണ്ട, നമുക്ക് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു പോകാം. അതെന്താ, നിനക്ക് പേടിയാണോ? പേടിയൊന്നുമില്ല, എങ്കിലും ചെറിയ ഒരു നെഗറ്റീവ് അടിക്കുന്നു. അണ്ണ, അവിടെ അടച്ചുറപ്പുള്ള മുറിയില്ലേ? അവൻ അവളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അതൊക്കെയുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങുക. റാം ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ആനന്ദി ഒരു നിമിഷം റാമിനെ നോക്കിക്കൊണ്ട് ഓട്ടോയിൽ തന്നെ ഇരുന്നു. ശേഷം അവനോട് യോജിക്കുന്നത് പോലെ പുറത്തേക്ക് ഇറങ്ങി. ബാഗിൽ നിന്നും പൈസ എടുത്തു. പക്ഷെ അപ്പോഴേക്കും റാം ഓട്ടോയുടെ പൈസ കൊടുത്തിരുന്നു. ശരി, കാണാം. ഓട്ടോക്കാരൻ ഇരുവരെയും സലാം കാണിച്ചിട്ട് വണ്ടി മുന്നോട്ട് ഓടിച്ചുപോയി. ആനന്ദിയും റാമും റോഡിൻ്റെ എതിർവശത്തുള്ള ലോഡ്ജ് ലക്ഷ്യമാക്കി നടന്നു. ശക്തമായ കാറ്റിനൊപ്പം ഇടയ്ക്കിടെ മിന്നലുകൾ വെളിച്ചമുണ്ടാക്കി. നീളത്തിൽ വിള്ളലുകൾ വീണ റെഡ് ഓക്സൈഡ് പൂശിയ പടികളിലൂടെ ലോഡ്ജിനകത്തേക്ക് നടന്നു കയറുമ്പോൾ ഇത് വേണോ എന്ന രീതിയിൽ ആനന്ദി ഒരിക്കൽ കൂടി റാമിനെ നോക്കി.
അവൻ അവളെ ഒന്ന് കണ്ണ് ചിമ്മിച്ച് കാട്ടിയ ശേഷം മുന്നേ കയറി നടന്നു. പടികൾ കയറി ചെന്നതും റിസപ്ഷനിൽ താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടു. ശബരിമലയിൽ പോകുന്ന ആളുകളെപ്പോലെ കറുത്ത ഷർട്ടും കറുത്ത മുണ്ടുമായിരുന്നു അയാളുടെ വേഷം. അയാളുടെ തൊലിപ്പുറത്തൊക്കെ പാണ്ട് വന്നതുപോലെ അവിടെയായി വെളുത്ത പാടുകൾ ഉണ്ടായിരുന്നു. ആനന്ദിയെയും റാമിനെയും കണ്ടതും അയാൾ റിസപ്ഷൻ ടേബിളിന് മുകളിലായി വച്ചിരുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്നും നീല സെല്ലോ ഗ്രിപ്പർ പേനയെടുത്ത് അതിൻ്റെ അടപ്പ് തുറന്നു. ശേഷം അടച്ചു വെച്ചിരുന്ന രജിസ്റ്റർ തുറന്ന് അവരുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. പേരും അഡ്രസ്സും ഫോൺ നമ്പരും എഴുത്. അവർ റൂമുണ്ടോ എന്ന് ചോദിക്കുക പോലും ചെയ്യും മുൻപേ വൃദ്ധൻ പറഞ്ഞു. അല്ല, റേറ്റ് എങ്ങനെയാ? 310 രൂപ. 10 രൂപ വെള്ളത്തിനാണ്. രാവിലെ 10 മണിക്കുള്ളിൽ വെക്കേറ്റ് ചെയ്യണം. റൂം നമ്പർ 111ൻ്റെ കീ എടുത്തോളൂ. ഇടതുവശത്തെ ചുവരിലായി അനവധി നമ്പറുകൾ കീഴെയായി ആണിയടിച്ച് തൂക്കിയിട്ടിരിക്കുന്ന ചാവികൾ കാട്ടി അയാൾ പറഞ്ഞു. റാം അഡ്രസ്സ് എഴുതുന്ന സമയത്ത് ആനന്ദി ചുവരിൽ നിന്നും 111ൻ്റെ ചാവി ഊരിയെടുത്തു. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ നമ്പർ കൂടി എഴുതണം. അഡ്രസ്സും ഫോൺ നമ്പരും എഴുതി രജിസ്റ്ററിൽ നിന്നും റാം കൈയെടുത്തതും അയാൾ പറഞ്ഞു. അതെന്തിനാ? അവൻ ചോദിച്ചു. ഇവിടെ അങ്ങനെയാണ്. റാം വൃദ്ധനെ ഒന്ന് നോക്കിയ ശേഷം ഫോൺ എടുത്ത് അതിൽ നോക്കി വെട്രിയുടെ നമ്പർ എഴുതി. എന്നിട്ട് പേഴ്സിൽ നിന്നും 310 രൂപ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. അത് വാങ്ങി മേശയിലിട്ട ശേഷം അയാൾ മുകളിലേക്ക് പോകുന്ന പടിക്കെട്ടിൻ്റെ വലതുവശത്തേക്ക് വിരൽ ചൂണ്ടിക്കാട്ടി. റാം ഒരിക്കൽ കൂടി അയാളെ നോക്കിയ ശേഷം ആനന്ദിയെയും കൂട്ടി മുകളിലെത്തി. വലതുഭാഗത്തേക്ക് തിരിഞ്ഞു. റൂം നമ്പർ 106 തൊട്ടുള്ള മുറികളുടെ ആരംഭം അവിടെ നിന്നാണ്. നടവരാന്തയുടെ അങ്ങേയറ്റത്തായിരുന്നു 111. മുറി തുറന്ന് അകത്തേക്ക് കയറിയതും റാം ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കി. കിടക്കയിൽ വൃത്തിയിൽ കഴുകി വിരിച്ച വെള്ളയിൽ പച്ച കളങ്ങളുള്ള ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. മുറിയിൽ ഒരു തടിമേശയും അതിനൊപ്പം മടക്കുന്ന തരത്തിലുള്ള പഴയ സ്റ്റൈൽ ഇരുമ്പ് കസേരയും ഉണ്ടായിരുന്നു. പിന്നെയുള്ളത് ചുവരിലെ ഒരു വലിയ തടി ഫ്രെയിമിലുള്ള കണ്ണാടിയായിരുന്നു. ആനന്ദി അകത്തേക്ക് ചെന്നിട്ട് ബാത്റൂം തുറന്നു നോക്കി. ഇന്ത്യൻ സ്റ്റൈലിലുള്ള ടോയ്ലറ്റും സമീപത്തായി കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റും മഗ്ഗും ഉണ്ടായിരുന്നു. മുറിക്കകവും ബാത്റൂമുമൊക്കെ വൃത്തിയിൽ തന്നെ കാണപ്പെട്ടു. റാം മേശമേൽ വച്ചിരുന്ന വെള്ളക്കുപ്പിയുടെ അടപ്പ് തുറന്ന് അല്പം വെള്ളം കുടിച്ചു. പുറത്തുനിന്നും കാണുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഈ മുറിക്കകത്ത് കയറിയിട്ട് നല്ല തണുപ്പും ഒരു ശാന്തതയുമൊക്കെയുണ്ട് അല്ലേ? വീടുകളിലെ മുറിയുടെ ഒരു ഫീൽ. ആനന്ദി ചുവരിലെ കണ്ണാടിക്ക് സമീപമുള്ള ജനൽ തുറന്നു. ആ മുറിയുടെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു റോഡായിരുന്നു. തെരുവിൽ പ്രകാശിക്കുന്ന ഹാലജൻ ലാമ്പിൻ്റെ സഹായത്തിൽ ആനന്ദി ആ വഴിയാകെ നോക്കിക്കണ്ടു. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരന്നു നിൽക്കുന്ന അനേകം വാഗമരങ്ങളിൽ നിന്നും റോഡരികിലുമൊക്കെയായി കടുംചുവപ്പ് നിറത്തിലെ വാഗപ്പൂക്കൾ വീണ് കിടപ്പുണ്ടായിരുന്നു. പൂക്കൾ വീണ് മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തെ റോഡ് ഒരു ചുവന്ന വീതി പോലെ കാണപ്പെട്ടു. പുറത്ത് വീശിയടിക്കുന്ന കാറ്റിൽ വീണ്ടും പൂക്കൾ താഴേക്ക് വീണുകൊണ്ടിരുന്നു. റാം, എനിക്ക് അതിലൂടെ ഒന്ന് നടക്കണം, അവൾ മുറിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവനും ജനലരികിലേക്ക് വന്നു നോക്കി. കമ്പിയഴികളില്ലാത്തതിനാൽ തടസ്സമില്ലാതെ പുറത്തെ കാഴ്ചകൾ കാണുവാൻ സാധിച്ചു. അവനും വാഗപ്പൂക്കളാൽ മൂടപ്പെട്ട ആ റോഡിനെ കണ്ടു. രാവിലെ പോരെ? അവൻ ക്ഷീണം കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. രാവിലെ ആയാൽ വണ്ടികളൊക്കെ കയറിയിറങ്ങി ആ പൂക്കളെല്ലാം ചമ്മന്തിപ്പരുവമാകില്ലേ റാം? ഇതുപോലുള്ള കാഴ്ചകൾ ആ നിമിഷത്തിൽ തന്നെ ആസ്വദിക്കണം. നമുക്കൊരു രാത്രി നടത്തമായാലോ പ്ലീസ്? അവൾ അപേക്ഷിക്കുന്ന തരത്തിൽ ചോദിച്ചത് കേട്ട് റാം ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് അവളെ നോക്കി. അവൾ പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുകയാണ്. ശരി, വാ പോകാം, അവൻ സമ്മതം മൂളി. റാമും ആനന്ദിയും മുറി പൂട്ടി റിസപ്ഷനിലേക്ക് ചെന്നപ്പോൾ വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്നും എന്തോ കഴിക്കുകയായിരുന്നു. അങ്കിൾ, ഞങ്ങൾ ഇതിൻ്റെ പിൻവശത്തെ റോഡിലൂടെ ഒന്ന് നടന്നിട്ട് വരാം. ആനന്ദി അത് പറഞ്ഞപ്പോൾ അയാൾ ചുവരിലായി തൂക്കിയിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ക്ലോക്കിലേക്ക് നോക്കി. സമയം രാത്രി 1:45 ഞങ്ങൾ പെട്ടെന്ന് വരാം. ആനന്ദി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ വൃദ്ധൻ അവരെ തിരികെ വിളിച്ചിട്ട് ആ റോഡിലേക്ക് ഇറങ്ങാൻ പാകത്തിലുള്ള മറ്റൊരു വഴി കാണിച്ചു കൊടുത്തു. ശേഷം അധികം ദൂരേക്കൊന്നും പോകല്ലേ എന്നൊരു ഉപദേശവും നൽകി. വാഗമരങ്ങൾക്ക് നടുവിലൂടെയുള്ള ടാർ റോഡിലൂടെ റാമും ആനന്ദിയും നടന്നു. സൂപ്പറായിട്ടുണ്ട് അല്ലേ? സന്തോഷത്തിൽ അവൾ അവനോട് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഈ ടൈപ്പ് മരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് ഞാനിത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. റാം അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിതൊക്കെ പുതിയതാ. അവൾ നിലത്തു നിന്നും ഒരു പിടി പൂവെടുത്ത് റാമിൻ്റെ നേർക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ഷർട്ടിനുള്ളിൽ കടന്ന ഒരു പൂവെടുത്ത് ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിലിട്ട് തിരിച്ചു നോക്കി. ഇയാൾ എന്തൊരു ബോറനാ, ആനന്ദി നീരസത്തോടെ പറഞ്ഞു. അതെന്താ? അല്ല, സാധാരണ ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ഗേൾസിനെ പൂ പെറുക്കി എറിയാൻ ബോയ്സ് നോക്കും. ഇത് ഞാൻ അങ്ങോട്ട് പെറുക്കി എറിഞ്ഞിട്ട് പോലും എന്നെ തിരിച്ചറിയുന്നില്ല, അവൾ പരിഭവത്തോടെ പറഞ്ഞു. അയ്യേ, ഇമാതിരി പൈങ്കിളി പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല.
അല്ലെങ്കിൽ തന്നെ നമ്മൾ കമിതാക്കളൊന്നുമല്ലല്ലോ അമ്മാതിരി ക്ലേശ പരിപാടിയൊക്കെ ചെയ്യാൻ. എൻ്റെ അമ്മയെ ഞാനൊന്നും പറഞ്ഞില്ലേ? ആനന്ദി അവനെ തൊഴുതു കാട്ടി. അത് കണ്ട് അവൻ ചിരിച്ചു. നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ? പറയാമെങ്കിൽ പറ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു, നിൻ്റെ അമ്മയും അച്ഛനുമായി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റാം നടത്തത്തിനിടയിൽ ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണ ഒരു പെൺകുട്ടി വീട് വിട്ട് നിന്നാൽ അമ്മയോ അച്ഛനോ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും. ഇന്നലെ ഇയാളെ ഇടയ്ക്ക് ഏതോ പ്രോപ്പർട്ടിയുടെ ആളും പാർട്ടിയും വിളിച്ചതല്ലാതെ വേറെ കോളുകളൊന്നും കണ്ടില്ല. നമുക്ക് അവിടേക്ക് ഇരുന്നാലോ? അടഞ്ഞു കിടന്ന ഒരു വർക്ക്ഷോപ്പിൻ്റെ മുന്നിലേക്ക് ഇടുന്നിരുന്ന ഇരുമ്പ് ബെഞ്ച് കാട്ടി ആനന്ദി ചോദിച്ചു. അവൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചില്ലെങ്കിലും അവൾക്കൊപ്പം അവനും ആ ബെഞ്ചിലേക്ക് നടന്നു. അതിലും നിറയെ വാഗപ്പൂക്കൾ പൊഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഇരുവരും തങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഭാഗത്തെ പൂക്കൾ തട്ടി താഴേക്കിട്ടിട്ട് ബെഞ്ചിലേക്കിരുന്നു. ഇടയ്ക്കിടെ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ കുറച്ചു കാലമായി അച്ഛനും അമ്മയും എന്നോട് സംസാരിക്കാറില്ലടോ. ആനന്ദി ഒരു നിമിഷത്തെ ആലോചനകൾക്ക് ശേഷം പറഞ്ഞു. അതെന്താ കാരണം? അതൊക്കെ പിന്നീട് ഒരിക്കൽ പറയാം. ഇയാളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൾക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലായതിനാൽ റാം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മുതിർന്നില്ല. പകരം അവൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി തൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓണാക്കി വാൾപേപ്പർ ഇട്ടിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതിലായി റാമും അച്ഛനും അമ്മയും അനീത്തിയും ഉണ്ടായിരുന്നു. നൈസ് ഫാമിലി. അനീത്തി എന്തു ചെയ്യുന്നു? അവൾ +2 പഠിക്കുക. പേരോ? പേര് പത്മ. കാണാൻ റാമിനെ പോലെ തന്നെയുണ്ട്. അവൻ അതിന് മറുപടി പറഞ്ഞില്ല. എന്തോ ഓർത്തതുപോലെ റാം ബെഞ്ചിൽ കിടന്നിരുന്ന പൂക്കൾ കൈപ്പിടിയിലാക്കി ആനന്ദിയുടെ നേർക്ക് എറിഞ്ഞു. അവളും പൂക്കൾ വാരി അവനെ തിരിച്ചെറിഞ്ഞു. അവൻ വീണ്ടും അവളെ പൂക്കൾ എറിഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റിട്ട് നിലത്ത് കിടന്ന പൂക്കൾ വാരി അവനെ എറിഞ്ഞു. പക്ഷേ അതിൽ അല്പം മണ്ണും കലർന്നിരുന്നു. റാമിൻ്റെ മുഖത്തും വായിലും ഷർട്ടിനുള്ളിലുമൊക്കെയായി മണ്ണ് കയറി. അവൻ വായിൽ കയറിയ മണ്ണ് തുപ്പിക്കളഞ്ഞു. അത് കണ്ടതും ആനന്ദി തനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാക്കി ഉറക്കെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും റോഡിലേക്ക് ഓടി. നിന്നെ ഞാനിന്ന് ഇടിച്ച് അച്ചാറാക്കുമടി. അവൻ നിലത്തു നിന്നും മണ്ണ് കലർന്ന പൂക്കളും വാരി അവളുടെ പിന്നാലെ ഓടി. ആനന്ദി ഓടി ലോഡ്ജിൽ നിന്നും അവരിറങ്ങി വന്ന അതേ വഴിക്ക് തിരിച്ചു കയറി. എന്നിട്ട് റിസപ്ഷനിലെ വൃദ്ധനിരിക്കുന്ന ടേബിളിനടിയിലേക്ക് ഓടിക്കയറി. അയാളോട് മിണ്ടല്ലേ എന്ന് ആംഗ്യവും കാണിച്ചു. വൃദ്ധൻ അതിശയത്തോടെ അവളെ നോക്കുമ്പോഴേക്കും റാം ഓടി അവിടേക്ക് എത്തിയിരുന്നു. അവൻ്റെ മുഖത്തൊക്കെ മണ്ണ് പറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി. അണ്ണ, എൻ്റെ കൂടെ വന്ന പെണ്ണ് മുകളിലേക്ക് പോയോ? അയാൾ റാമിനെ കണ്ണുകൊണ്ട് ടേബിളിനടിയിലേക്ക് കാണിച്ചു. റാം അയാളെ താങ്ക്സ് എന്ന് ആംഗ്യഭാഷയിൽ കാണിച്ചിട്ട് ചാടി ടേബിളിൻ്റെ മറുവശത്തേക്ക് ചെന്നു. അയ്യോ, എൻ്റെ അമ്മച്ചി എന്നെ കൊല്ലാൻ പോണേ. ആനന്ദി ടേബിളിനടിയിലെ തിണ്ണയിൽ തലയും കൊമ്പിട്ടിരുന്ന് ഉറക്കെ കരഞ്ഞു. റാം അവൻ്റെ ബലിഷ്ഠമായ കൈകൊണ്ട് വട്ടം പിടിച്ച് അവളെ ടേബിളിനടിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചൂരിയെടുത്തു. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി തലവഴി മണ്ണും പൂവുമിട്ടു. ശേഷം ഇരുവരും കിതപ്പോടെ റിസപ്ഷനിൽ കിടക്കുന്ന ഇരുമ്പ് കസേരകളിൽ വന്നിരുന്നു. വൃദ്ധൻ്റെ മുഖത്തെ ഗൗരവമൊക്കെ മാറിയിട്ട് പകരം സന്തോഷം നിറഞ്ഞ ഒരു ചിരി നിറഞ്ഞു നിന്നു. ആനന്ദിയും റാമും അയാളെ നോക്കി ചിരിച്ചു. അയാൾ എഴുന്നേറ്റ് പോയി സമീപത്ത് കിടന്നിരുന്ന അലമാരയിൽ കഴുകി മടക്കി വെച്ചിരുന്ന 2 വെളുത്ത ടവലുകൾ കൊണ്ടുവന്ന് അവർക്കിരുവർക്കും നൽകി. ദേഹം മൊത്തം മണ്ണല്ലേ, പോയി കുളിച്ചോ. താങ്ക്സ്. അവർ ഇരുവരും ഒരുപോലെ പറഞ്ഞു. ആനന്ദി ചാവികൾ നിരത്തിയിട്ടിരുന്ന ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ 111ൻ്റെ ചാവി ഒഴികെ ബാക്കി എല്ലാ ചാവികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്കിൾ, ഞങ്ങളല്ലാതെ വേറെ ആരും ഇവിടെയില്ലേ? അതിന് മറുപടിയായി ഇല്ലെന്ന് അയാൾ തോളുകൊണ്ട് കാണിച്ചു. പുറത്തൊക്കെ പറയുന്നു ഇവിടെ ആളുകൾ കൂടുതലും ആത്മഹത്യ ചെയ്യാനാണ് റൂം എടുക്കുന്നതെന്ന്. അവൾ അത് പറഞ്ഞപ്പോൾ റാം അയാൾ കാണാതെ ഇതൊക്കെയാണോ പുള്ളിയോട് ചോദിക്കുന്നത് എന്ന മട്ടിൽ അവൾക്കിട്ടൊരു തട്ട് വെച്ചു കൊടുത്തു. ഇവിടെ ആകെ ഒരേ ഒരാൾ മാത്രമേ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ മകനാ, അയാൾ നിർവികാരതയോട് പറഞ്ഞു. റാമും ആനന്ദിയും ഞെട്ടലോടെ അയാളെ നോക്കി. ആളുകൾക്ക് എന്തും പറയാമല്ലോ മക്കളെ. ഞാൻ ഈ കെട്ടിടം വാങ്ങുമ്പോൾ ഈ ഏരിയയിൽ ഒരൊറ്റ ലോഡ്ജിലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. ഓട്ടോക്കാർക്കും ടാക്സിക്കാർക്കും കമ്മീഷൻ കിട്ടുന്നിടത്തെ അവർ ഗസ്റ്റിനെ കൂട്ടിക്കൊണ്ട് പോകൂ. മറ്റുള്ള ഹോട്ടലുകളൊക്കെ നിറയുമ്പോൾ മാത്രം ഇടയ്ക്ക് ഏതെങ്കിലും ഗസ്റ്റിനെ ഇതുപോലെ ഇവിടെ കൊണ്ടിറക്കും. കൂട്ടത്തിൽ ഈ ഹോട്ടലിലേക്ക് പിന്നീട് ഒരിക്കലും വരാതിരിക്കുവാനായി ഇങ്ങനെ ഓരോ കള്ളക്കഥയും പറയും. ഞാൻ പിന്നെ ആരെയും ശകാരിക്കാനോ സത്യം വെളിപ്പെടുത്താനോ ഒന്നും പോകാറില്ല. ഭഗവാൻ അന്നത്തിന് മുട്ടില്ലാതെ ഇതുവരെ കൊണ്ടുപോയി, ഇനിയും അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ വരില്ലല്ലോ, അയാൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മകൻ എന്തിനാ ആത്മഹത്യ ചെയ്തത്? ആനന്ദി അടുത്ത ചോദ്യം ചോദിച്ചു. അവന് തലയിൽ ക്യാൻസർ ആയിരുന്നു. വളരെ വൈകിയാണ് രോഗവിവരം നമ്മൾ അറിയുന്നത്. എങ്കിലും രക്ഷപ്പെടാൻ 50% ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാ. അവനാണെങ്കിൽ അവൻ്റെ അമ്മയെപ്പോലെ തന്നെ എളുപ്പവഴി തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ്. ഉള്ളതൊക്കെ വിറ്റ് ഞാനവനെ ചികിത്സിക്കുമെന്ന് അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആകെയുള്ള ഈ ലോഡ്ജും കൂടി വിറ്റിട്ട് എങ്ങാനും രോഗം ഭേദമായില്ലെങ്കിലോ എന്നോർത്ത് കാണും പാവം.
മുകളിലത്തെ ഒരു മുറിയിൽ കയറി അവൻ ജീവിതമങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞു. അയാൾ പറയുന്നത് കേട്ട് ആനന്ദി ഒന്ന് മുകളിലേക്ക് കണ്ണോടിച്ചു. പേടിക്കണ്ട, നിങ്ങളുടെ മുറിയല്ല. ആ മുറി ഞാൻ ആർക്കും കൊടുക്കാറില്ല. പകൽ എൻ്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ അതിൽ പോയി കിടന്നുറങ്ങും. അയാൾ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അച്ഛന് വേറെ മക്കളില്ലേ? ആനന്ദി അങ്കിൾ എന്നുള്ള വിളി മാറ്റി അച്ഛനെന്നാക്കിയത് റാമിന് വളരെയധികം ഇഷ്ടമായി. ഇല്ല, ഞങ്ങൾക്ക് അവൻ മാത്രമായിരുന്നു. അയാൾ നിശബ്ദനായി. അച്ഛനെന്താ ഇങ്ങനെ കറുപ്പ് കേട്ടിരിക്കുന്നത്? അവൾ തൻ്റെ ബാക്കിയുള്ള ഒരു സംശയം കൂടി ചോദിച്ചു. അവൻ്റെ അസുഖം മാറാൻ വേണ്ടി ശബരിമലയിലേക്ക് പോകാൻ വ്രതമെടുക്കുന്ന സമയത്താണ് അവൻ പോയത്. പിന്നെ ഞാനും ഈ വേഷം മാറ്റാൻ പോയില്ല. മനസ്സിലെ വിഷമം മൊത്തമായി എന്ന് മാറുന്നുവോ അന്ന് മലയ്ക്ക് പോയ ശേഷം ഈ കറുപ്പൊക്കെ ഞാൻ ഊരി മാറ്റും. അയാൾ അത് പറഞ്ഞപ്പോൾ ആനന്ദി എഴുന്നേറ്റ് അയാളുടെ ടേബിളിനരികിലേക്ക് ചെന്നിട്ട് അയാളുടെ കവിളിൽ തൊട്ടു. ഞങ്ങൾ ഇതുപോലെ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ മനസ്സിലെ വിഷമമൊക്കെ മാറി നല്ല ചെത്ത് വേഷമൊക്കെ ഇട്ട് അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടാവും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ കണ്ണുകൾ വെള്ളം മൂറിക്കൂടുന്നത് കണ്ടപ്പോൾ അയാൾ ഇപ്പോൾ കരയുമെന്ന് ആനന്ദിക്ക് തോന്നി. അവൾ റാമിൻ്റെ നേർക്ക് തിരിഞ്ഞു. പോയാലോ? യെസ്, വായോ. അവനും കസേരയിൽ നിന്നും എഴുന്നേറ്റ് അയാളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവർ ഇരുവരും മുകളിലേക്ക് കയറിയപ്പോൾ വൃദ്ധൻ രജിസ്റ്റർ തുറന്ന് അവർ എഴുതിയ അഡ്രസ്സിൻ്റെ അരികിലായി ചുവന്ന പേന കൊണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് അടയാളമിട്ട് വച്ചു. മുറിയിലെത്തി ഇരുവരും കുളിച്ചു വന്നു. അപ്പോഴേക്കും പുലർച്ചെ 3:30 രാവിലെ 7 മണിയുടെ ബസ് പിടിക്കേണ്ടതിനാൽ സംസാര വിഷയങ്ങൾ ഒന്നും എടുത്തിടാതെ ഇരുവരും ഉറങ്ങുവാൻ തീരുമാനിച്ചു. ഞാൻ ഒപ്പം കിടക്കുന്നതിൽ മാഡത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? റാം പരിഹാസത്തോടെ ചോദിച്ചു. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് ചവിട്ട് കിട്ടാതെ നോക്കിയാൽ മതി. അവൾ ലൈറ്റ് ഓഫാക്കി കിടക്കയിൽ വന്ന് കിടന്നു. റാമും കിടക്കയുടെ എതിർവശത്തായി ചരിഞ്ഞു കിടന്നു. യാത്രാക്ഷീണത്താൽ ഇരുവരും അതിവേഗം ഉറക്കം പിടിച്ചു. ഉറക്കത്തിൽ ആനന്ദി ഒരു സ്വപ്നം കണ്ടു. കടലിന് നടുവിലൂടെയുള്ള പാലത്തിലൂടെ ഒരു ട്രെയിൻ സാവധാനത്തിൽ പോകുന്നു. അതിൻ്റെ വാതിലിലായി ഇരുവശത്തെയും കമ്പികളിൽ പിടിച്ചുകൊണ്ട് കടലിലേക്ക് നോക്കി അവൾ നിൽക്കുകയാണ്. അതിശക്തമായ കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറക്കുന്നു. ഇരു കൈകളിലേക്കും ഒന്ന് നോക്കിയ ശേഷം അവ രണ്ടും സാവധാനത്തിൽ അവൾ സ്വതന്ത്രമാക്കി. എന്നിട്ട് ആർത്തിരമ്പുന്ന കടലിലേക്ക് ആയുവാൻ തുടങ്ങിയതും ഒരു കരം അവളുടെ കയ്യിലായി പിടുത്തമിട്ട് നല്ല പരിചയമുള്ള രോമാവൃതമായ ആ കൈ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എങ്ങനെയും അത് വിടുവിച്ച് താഴേക്ക് ചാടുവാൻ അവൾ പരിശ്രമിക്കുകയും പക്ഷേ ആ കൈ അവളെ ട്രെയിനിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു. തന്നെ പിടിച്ചു കയറ്റിയത് റാമാണെന്ന് മനസ്സിലാക്കിയതും അവൾ അവൻ്റെ കരം തട്ടിമാറ്റിയ ശേഷം അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് കടലിലേക്ക് ഒറ്റച്ചാട്ടം വെച്ചു കൊടുക്കുന്നു. ആർത്തിരമ്പി ഇളകിയാടുന്ന കടലിൽ വീണതും അവൾ അതിവേഗത്തിൽ മുങ്ങിത്താണു. പെട്ടെന്ന് ഒരു കുട്ടിയുടേതുപോലെ തോന്നിച്ച മറ്റൊരു കരം വന്ന് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ഒരു ദുർസ്വപ്നം കണ്ടതുപോലെ ആനന്ദി ഞെട്ടി എഴുന്നേറ്റു. പുറത്ത് നല്ല കനത്ത മഴ പെയ്യുന്ന ശബ്ദം കേട്ടു. കാറ്റ് കയറാനായി തുറന്നിട്ട ജനാലയിലൂടെ തെരുവിൽ നിന്നുമുള്ള ഹാലജൻ ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം മുറിക്കുള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചത്തിൽ ആനന്ദി റാമിൻ്റെ മുഖത്തേക്ക് നോക്കി. കുട്ടികളെപ്പോലെ നിഷ്കളങ്കമായി ഉറങ്ങിക്കിടക്കുന്ന റാമിനെ അവൾ അല്പസമയം അങ്ങനെ നോക്കിക്കിടന്നു. ആ നിമിഷത്തിൽ അവൾക്ക് അവൻ്റെ മീശയോട് കൗതുകം തോന്നി. ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തിന് അഭിമുഖമായി അവൾ ബെഡിൽ കൈകുത്തി എഴുന്നേറ്റിരുന്നു. ശേഷം റാമിൻ്റെ ഇരുവശത്തെയും മീശയുടെ തുമ്പിൽ ചെറുവിരൽ തുമ്പുകൊണ്ട് തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ സ്പർശിച്ചു ഒരു വിധത്തിൽ അത് പിരിച്ചു വച്ചു. ആ ഒരു നിമിഷത്തിൽ ആനന്ദിയുടെ തോളിൽ തങ്ങി നിന്നിരുന്ന ഒരു പറ്റ മുടിയിഴകൾ ദിശ തെറ്റാതെ റാമിൻ്റെ മുഖത്തേക്ക് വീണു. പെട്ടെന്ന് അവൻ്റെ ശ്വാസോച്ഛ്വാസത്തിൽ നേരിയ വ്യത്യാസമുണ്ടായതും അവൾ വേഗത്തിൽ തിരികെ കിടന്നു. എന്നിട്ട് ഒളി കണ്ണിട്ട് അവൻ ഉണർന്നു എന്ന് നോക്കി. അവൻ പഴയതുപോലെ തന്നെ ഉറക്കമാണെന്ന് മനസ്സിലാക്കിയതും അവൻ്റെ മുഖവും നോക്കി അങ്ങനെ കിടന്നുകൊണ്ട് അവൾ വീണ്ടും മെല്ലെ ഉറക്കമായി. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. കഥ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും നൽകുക. ഇനി ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.